ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ആർട്ട് ടേൽസ്. അപ്പം നമുക്കിന്ന് ഇതുപോലത്തെ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡിസംബർ എന്ന് പറയുമ്പം എല്ലാവരുടെയും മൈൻഡിൽ വരുന്നത് ഒരേ ഒരു കാര്യമാണ് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗിഫ്റ്റ്സ്. സോ ക്രിസ്മസ് മെമ്മറീസ് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ പുതിയ മൂവീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ ടൈമിലൊക്കെ ആയിരുന്നല്ലോ ടി വിയിൽ റിലീസ് ചെയ്യുന്നത്. ബട്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ എല്ലാ മൂവീസും പ്രസന്റ് ആണ്, നമുക്ക് പോയി കാണാം. And also chocolates, cakes, plum cake. Christmas is nothing without plum cake. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് പ്ലം കേക്ക്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ്സ് കൊടുക്കും. സോ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ആ സൈസിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണുന്ന മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഷർമെന്റിൽ എടുത്ത് മാർക്ക് ചെയ്ത് നല്ലതുപോലെ മാർക്ക് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ അതേപോലെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഫ്രെയിമിന്റെ അകത്ത് പ്ലേസ് ചെയ്യാനാണ്. സോ അത് രണ്ടും സെയിം മെഷർമെന്റ് എടുക്കാം, അല്ലെങ്കിൽ പുറത്തത്തെ ഫ്രെയിമിനെക്കാളും അകത്ത് ഒരു 0.1 സെന്റിമീറ്റർ ഇച്ചിരി കുറച്ചെടുത്താലും കുഴപ്പമില്ല. ബട്ട് സെയിം മെഷർമെന്റ് ആയാലും കുഴപ്പമില്ല, അത് ഭയങ്കര ടൈറ്റ് ആയി തന്നെ നിൽക്കും. ശരിക്കും ഇത് ഭയങ്കര ഈസി ക്രാഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ മെഷർമെന്റ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് ഇച്ചിരി അൺഈവൻ ആയിരിക്കും. സോ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്റിങ്സ് വരയ്ക്കണം. സോ ഞാനിവിടെ പിൻട്രസ്റ്റ് റെഫർ ചെയ്ത് സാന്റാക്ലോസ്, ക്രിസ്മസ് ട്രീ, ഗിഫ്റ്റ്സ്, അങ്ങനെ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് പെയിന്റിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ ഇച്ചിരി എക്സ്ട്രാ പോർഷൻ ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ അകത്ത് വെക്കാൻ വേണ്ടി ചെയ്തൊരു പോർഷൻ ഇല്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ടാണ് അവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഞാനിവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആണ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് ഇത് ഏത് ഒക്കേഷന് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ആ ഇൻസൈഡ് ഉള്ള പിക്ചേഴ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫൈനലി ഇമേജസ് ഒക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മൾ ഈ ഫ്രെയിം എടുത്ത്, അതായത് ഈ ബോക്സ് എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഔട്ടർ ഫ്രെയിം ഇല്ലേ അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യണം. സോ അത് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഫ്രെയിമിന് കളർ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഏത് റിലേറ്റഡ് തീമാണോ നിങ്ങൾ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുന്നേ ആഫ്റ്റർ കളറിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആർച്ച് ഒക്കെ ഇല്ലേ അവിടെ ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്താൽ ഭംഗിയായിരിക്കും. സോ ഞാനിവിടെ ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിന്റെ പുറത്തൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണ് വേണ്ടത് അത് നോക്കി വരച്ചെടുക്കാം. ഞാൻ പിൻട്രസ്റ്റ് നോക്കി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഔട്ടർ ഫ്രെയിമിലും ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് ചെയ്ത് വെച്ച ബോക്സ് എടുത്ത് അതിന് ഈ ഫ്രെയിമിന്റെ അകത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോപ്പ് പോർഷൻ ഒട്ടിച്ചു കൊടുക്കുക. സോ ഇത് ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്മസ് എന്ന് വെച്ചാൽ തന്നെ കളർഫുൾ ആണല്ലോ, അതുകൊണ്ട് ഫ്രെയിം ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് ഒക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് വേണോ അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ പുറത്തെ ഫ്രെയിമിലൊക്കെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെയാണ് ഈ ഫ്രെയിം ഉണ്ടായത്. ബട്ട് ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ റെഡ് കളർ മാർക്കർ വെച്ച് ഫ്രെയിമിന്റെ സൈഡ്സിൽ ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.